നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. PFI അൽ-ഖ്വയ്ദ ലഷ്കർ ബന്ധം കൂടുതൽ തെളിവുകൾ ശേഖരിച്ച NIA ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട രക്തരൂക്ഷിത കലാപങ്ങൾ ആസൂത്രണം ചെയ്തു. മുസ്ലിം യുവാക്കളെ ഭീകരതയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചുവെന്നും കണ്ടെത്തൽ. ജനം ബിഗ് ബ്രേക്കിംഗ്. ഭൂമി തട്ടിപ്പ് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കനത്ത തിരിച്ചടി. അന്വേഷണമാകാമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാം. ഗവർണറുടെ നടപടി ശരിവെക്കുന്നുവെന്നും കോടതി. തിരുപ്പതി ലഡു വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. ജഗൻമോഹനെതിരെ ഗുരുതര ആരോപണവുമായി ഹിന്ദു സാധു പരിഷത്ത്. ക്ഷേത്ര ചെയർമാനടക്കം അഹിന്ദുക്കളെന്ന സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി. YSR കോൺഗ്രസ് ക്ഷേത്രത്തെ കച്ചവട സ്ഥാപനമാക്കിയെന്നും വിമർശനം. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് പോലീസ്. ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. നടൻ മുകേഷിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. തൃശൂർ പൂരം കലക്കലിൽ വിശദമായ അന്വേഷണം വേണമെന്ന് DGP. അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വങ്ങളെ പഴിചാരി ADGP. വനം വകുപ്പിന് പങ്കെന്ന തിരുവമ്പാടി ദേവസ്വം. സ്ഥലത്തുണ്ടായിട്ടും ADGP ഇടപെടാത്തതിൽ ദുരൂഹതയെന്ന് CPI മുഖപത്രം. CPI അഭിപ്രായം മുൻകൂട്ടി ചർച്ച ചെയ്യാനാവില്ല എന്ന LDF കൺവീനർ. കണ്ണൂരിൽ കൊലക്കേസ് പ്രതി CPM ബ്രാഞ്ച് സെക്രട്ടറി. തെരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി പുത്തൻപുരയിൽ CK അഹദ്. RSS പ്രവർത്തകൻ രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി. കുതിപ്പിൽ ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് സർവകാല റെക്കോർഡിൽ 85,000 പിന്നിട്ട BSE. നിഫ്റ്റിയിലും കുതിപ്പ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അൽ-ഖ്വയ്ദ IS ലഷ്കർ ബന്ധം. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച NIA ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട ആസൂത്രണങ്ങൾ നടത്തി. രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നും NIA. മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു. ലോക ഭീകര സംഘടനകളുടെ പതിപ്പാണ് PFI എന്നും NIA. PFI ഭീകരരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് ഭീകര സംഘടന തന്നെയാണ്. അതുമാത്രമല്ല, കൃത്യമായി അവർ ഭീകരവാദ സംഘടനകളുമായി, പ്രത്യേകിച്ച് അൽ-ഖ്വയ്ദ IS ലഷ്കർ ബന്ധമുള്ള സംഘടനയാണ് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലല്ലേ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ളത്? ജിജീഷ് കരുണാകരൻ. വിനോദ്, ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലുകൾ, ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള വിവരങ്ങൾ എന്നിവ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചെന്നും ഈ കലൂരിൽ NIAയുടെ കലൂരിലെ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, ISIS, ലഷ്കർ-ഇ-തോയ്ബ ബന്ധങ്ങൾ PFIക്ക് ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികൾക്ക് ഈ ഭീകരവാദ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ തന്നെയാണ് പ്രധാനം. നേരത്തെ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മതഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട കേസുകളും ഒരുമിച്ച് ഒന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ഈ കേസുകളിൽ കുറ്റപത്രവും നൽകിയിരുന്നു. അതിനുശേഷം മതഭീകരവാദ നേതാക്കളുടെ അടക്കമുള്ള സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നതിന് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ലഭിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതും. അതിലാണ് നിർണായകമായ സുപ്രധാനമായ ഈ വിവരങ്ങൾ എല്ലാം തന്നെയുള്ളത്. ലോക ഭീകര സംഘടന നേതാക്കളും ഭീകര സംഘടനകളുമായിട്ടായിരുന്നു PFIക്ക് ബന്ധം എന്നത് ഏറ്റവും പ്രധാനമാണ്. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ടിരുന്നു. മത സാമുദായിക നിലനിൽക്കുന്ന അത്തരത്തിലുള്ള സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്നതായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. അതിനുവേണ്ടിയാണ് ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ടത്. ഇതിനായി ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ
ഈ ഭീകരവാദികൾ തയ്യാറാക്കിയിരുന്നു. 1, 2, 3 എന്ന ക്രമത്തിൽ 10ഓളം ഹൈന്ദവ നേതാക്കളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിലും ആക്രമിക്കപ്പെടേണ്ടവരുടെ അല്ലെങ്കിൽ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയായിരുന്നു ഈ മതഭീകരവാദികൾ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയുള്ള ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്ത ആളാണ് എ ശ്രീനിവാസൻ എന്ന കാര്യവും ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റു ചില ആളുകളും ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ സമയം ഈ അക്രമികൾക്ക് ഭീകരവാദികൾക്ക് ലക്ഷ്യമിടാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി, ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളെന്ന നിലക്കാണ് വളരെ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഭീകരവാദ സംഘടനകളുമായി ബന്ധമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പരാതി നൽകാനുള്ള കാലതാമസം കുറ്റമായി കണക്കാക്കാനാവില്ല എന്നും ഇരയെ വ്യക്തിഹത്യ നടത്താൻ ആവില്ല എന്നും കോടതി പറഞ്ഞു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു പോലീസ്. കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ്. സിദ്ദിഖിന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്ന് പോലീസ് അറിയിച്ചു. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ചേരുന്നു. ആദ്യം രശ്മി കാർത്തികയിലേക്ക്. രശ്മി, ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയല്ലേ രശ്മി? വിനോദ്, വളരെ പെട്ടെന്ന് തന്നെ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിമാനത്താവളങ്ങളിലെല്ലാം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. വിദേശത്തേക്ക് സിദ്ദിഖ് പോകുന്നത് തടയാനുള്ളൊരു സാധ്യത, അത് പോകും എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സിദ്ദിഖിന്റെ നമ്പറുകളെല്ലാം തന്നെ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ രാത്രിയിൽ വരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണ് സിദ്ദിഖ് ഉള്ളത് എന്നുള്ള ഇതിൽ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എല്ലായിടത്തും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് മറ്റ് തടസ്സങ്ങളില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ സിദ്ദിഖിന് എതിരായിരുന്നു. 2016 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജനുവരി 26 തീയതി അന്ന് സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ നില തിയേറ്ററിൽ കഴിഞ്ഞതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. സിനിമയുടെ ചില തുടർ ചർച്ചകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടിയായ പെൺകുട്ടിയെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നടിയോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും സുഹൃത്തുമാണ്. അത് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന്. ഹോട്ടലിൽ എത്തിയതിനു ശേഷം ആദ്യം തന്നെ ഈ ഒരു പരാതി അന്വേഷണ സംഘത്തിന് ഈ പോലീസിന് പരാതിക്കാരി കൊടുക്കുന്ന സമയത്ത് ഈ ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഈ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ കാണാമായിരുന്നു എന്നുള്ള ഒരു മൊഴി ഈ പരാതിക്കാരി നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ, ഈ സംഭവത്തിന് ശേഷം സിദ്ദിഖ് ആഹാരം കഴിച്ചിരുന്നു, എന്തൊക്കെ ആഹാരമാണ്, ചോറും തൈരും മീനും ഉൾപ്പെടെയുള്ള ആഹാര പദാർത്ഥങ്ങൾ, എന്തൊക്കെ ആഹാരം കഴിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു എന്നുള്ളതും ഈ പരാതിക്കാരി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് അന്വേഷണ സംഘം പരിശോധിച്ച സമയത്ത് കൃത്യമായി മസ്കറ്റ് ഹോട്ടലിൽ ഇവർ എത്തിയിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ കാണാം. അതും ഈ പരാതിക്കാരി പറഞ്ഞത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. എന്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നു, അതിന്റെ ഹോട്ടലിലെ ബില്ലുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതും കൃത്യമായി അതും സാധൂകരിക്കുന്നത്, അതായത് പരാതിക്കാരിയുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ അന്വേഷണ സംഘം പിന്നീട് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തുടർ നീക്കങ്ങളുമായി സംഘം മുന്നോട്ട് പോവുകയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. സിദ്ദിഖിനെതിരായ പീഡന പരാതിയിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നു. അതേ തുടർന്ന് അറസ്റ്റിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. പക്ഷേ സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതേ തുടർന്നാണ് ലുക്കൌട്ട് സർക്കുലറുമായി പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക. പീഡന പരാതിയിൽ എം മുകേഷ് MLA ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് ചോദ്യം ചെയ്യൽ.
മൂഢ ഭൂമി തട്ടിപ്പ് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. കേസിൽ അന്വേഷണമാകാമെന്ന് കർണാടക ഹൈക്കോടതി. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകി. ഗവർണറുടെ നടപടി കോടതി ശരിവെച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, സിദ്ധരാമയ്യയ്ക്ക് എതിരായ ഭൂമി തട്ടിപ്പ് കേസ്, അത് ഗവർണറുടെ നടപടി ഹൈക്കോടതി അവിടെ ശരിവെക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ തുറന്നു വരികയല്ലേ ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉത്തരവ് നൽകിയ, അതായത് ഹൈക്കോടതി കേസ് പരിഗണിച്ച ജഡ്ജി നാഗപ്രസന്ന തന്നെ വളരെ കൃത്യമായി പറയുന്നത്, കേസുകളിലെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകുന്നു ഇതിലൊരു അന്വേഷണം അനിവാര്യമാണെന്ന്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നേരത്തെ കർണാടക ഗവർണർ തോർചന്ദ് ഗെഹ്ലോട്ട് അന്വേഷണ ഉത്തരവ് അനുമതി നൽകിയത്. മുഖ്യമന്ത്രി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകിയത്. ഇതിനെതിരെയാണ് സിദ്ധരാമയ്യ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കോടതിയെ സമീപിച്ചപ്പോൾ ഉണ്ടായ കോടതിയുടെ പരാമർശം തന്നെ അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടിലേക്ക് എത്തുകയും ഗവർണറുടെ അന്വേഷണത്തിന് അനുമതി നൽകിയ നിലപാടിനെ ശരിവെക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വസ്തുത. നമുക്കറിയാവുന്നതാണ്, മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഏറ്റെടുത്ത സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിയുടെ ഭൂമിക്ക് പകരമായി നൽകിയ ഭൂമി പ്രൊപ്പോർഷനേറ്റ്ലി ഹൈ, അതായത് ഏറ്റെടുത്ത ഭൂമിയുടെ വിലയേക്കാൾ വളരെയധികം വിലയുള്ള മൂല്യമുള്ള ഭൂമി അതിന് പകരമായി നൽകി എന്നതാണ് ഈ കേസ്. സ്വാഭാവികമായും ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അഴിമതി സ്വഭാവമുള്ള ഈ കേസ് അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ ചേർത്ത് തന്നെ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഈ സിദ്ധരാമയ്യക്കെതിരെയുള്ള അന്വേഷണം ആരംഭിക്കാനുള്ള വഴി തുറന്നിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്ന യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഇത്തരം പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ പ്രതിപക്ഷമായ BJP രാജി ആവശ്യം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യ മാറി മറ്റൊരാളെ, അല്ലെങ്കിൽ ശിവകുമാർ അടക്കമുള്ള നേതാക്കളെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസിന് നീങ്ങേണ്ടി വരില്ലേ ഐസൺ ജോസ്? തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു പശ്ചാത്തലം, അതായത് കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നു. കോടതിയുടെ പരാമർശം വളരെ കൃത്യമായി പറയുന്നത്, വിവരങ്ങൾ കേട്ടതിന് ശേഷം ഇതിലൊരു അന്വേഷണം അനിവാര്യമാണ് എന്ന് തോന്നുന്നു എന്ന കോടതിയുടെ പരാമർശം. തീർച്ചയായും അതൊരു അഴിമതി നടത്തി, അല്ലെങ്കിൽ പ്രാഥമികമായി ഈ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു അഴിമതിയുടെ സ്വഭാവം അതിനുണ്ട് എന്നാണ് വളരെ കൃത്യമായി കോടതി പറയുന്നത്. സ്വാഭാവികമായും കോടതിയുടെ ഈ പരാമർശം അപകടകരമായൊരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഗൗരവതരമായൊരു സാഹചര്യം തന്നെയാണ് സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി അതേ സ്ഥാനത്ത്, അതായത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ, സർക്കാർ സംവിധാനങ്ങളുടെ നേതൃനിരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇരയാവുമ്പോൾ, ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നൊരാവശ്യം, അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ആവശ്യം, ഒരു അലിഗേഷൻ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായും രാജി ആവശ്യപ്പെടാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നതാണ് വസ്തുത. തീർച്ചയായും അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ അന്വേഷണം അനിവാര്യമാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ, ഒരു കോടതി പരാമർശം തന്നെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ രാജിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് അനുമാനിക്കപ്പെടുന്നത്. തീർച്ചയായും BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിലേക്ക് സമാനമായൊരു നീക്കങ്ങൾ നടത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിരുപ്പതി ലഡു വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി സന്യാസിമാർ രംഗത്ത്. തിരുപ്പതിയിൽ നിയമിച്ച ചെയർമാൻ അടക്കമുള്ള ജീവനക്കാർ അഹിന്ദുക്കളായിരുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് ഹിന്ദു സാധു പരിഷത്ത് ആരോപിച്ചു. തിരുപ്പതി ക്ഷേത്രത്തെ കച്ചവട സ്ഥാപനമായാണ് YSR കോൺഗ്രസ് കണ്ടതെന്നും ഹിന്ദു സാധു പരിഷത്ത് അധ്യക്ഷൻ സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി പറഞ്ഞു. അതേസമയം തിരുപ്പതി ദേവസ്ഥാനം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന് പുറത്ത് സന്യാസിമാർ പ്രതിഷേധം ആരംഭിച്ചു. തിരുപ്പതി ലഡു വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. തിരുപ്പതിയിൽ നിയമിച്ച ചെയർമാൻ അടക്കമുള്ള ജീവനക്കാർ അഹിന്ദുക്കളായിരുന്നുവെന്ന് ഹിന്ദു സാധു പരിഷത്ത് ആരോപിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. ഇനി നിശബ്ദ പ്രചാരണ ദിനമാണ്. ശ്രീനഗർ, രജൌരി ഉൾപ്പെടെ 26 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി തേടുക. 238 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ മുഖ്യ ഊന്നൽ സമാധാന പുനഃസ്ഥാപനമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി. ഐക്യരാഷ്ട്ര സംഘടനയും G20യിലും നിലപാട് വ്യക്തമാക്കുക കൂടിയാണ് ലക്ഷ്യം. ഉക്രൈൻ സമാധാന ധാരണകൾ നടപ്പിലാക്കാൻ യോജിച്ച് ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു.
UN ഫ്യൂച്ചർ സമിറ്റിനെ അഭിസംബോധന ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൊളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച സമാധാന ദൗത്യങ്ങൾ നടപ്പാക്കുകയാണ് പ്രധാനമെന്നും സെലൻസ്കി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. G20, UN തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ വിഷയം കൃത്യമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സെലൻസ്കിയുടെ കുറിപ്പിൽ പറയുന്നു. സന്ദർശനത്തിലെ ധാരണകൾ യാഥാർത്ഥ്യമാക്കുന്നതിന് യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക സമാധാനത്തിനാണ് തങ്ങൾ നിലപാട് സ്വീകരിക്കുന്നതെന്ന് യുക്രൈൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നലെ നടന്ന UN ഫ്യൂച്ചർ സമിറ്റിലും പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചു. യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം ഭാരതത്തിന്റെ മധ്യസ്ഥതയിൽ യാഥാർത്ഥ്യമാകുമെന്ന സൂചന തന്നെയാണ് സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന് ഉടൻ സ്ഥിരാംഗത്വം നൽകണമെന്ന് ആന്റണി ബ്ലിങ്കൻ. പുരോഗതി നേടുന്ന രാജ്യങ്ങളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സംഘടനകളിൽ അനിവാര്യമാണ്. 1945 ലോകമല്ല നിലനിൽക്കുന്നതെന്നും നാളേക്കുള്ള ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് കാലങ്ങളായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിവെക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വം 3 രാജ്യങ്ങൾക്കും നൽകണമെന്നും അദ്ദേഹം UN ഫ്യൂച്ചർ സമിറ്റിൽ വ്യക്തമാക്കി. In addition to the permanent seats for countries we've long endorsed, Germany, Japan, India, the United States supports starting negotiations on council reforms immediately. The Pact for the Future does not include every priority, every reform that we believe the UN needs, but it is a significant step towards strengthening and evolving this institution that every member state should get behind and work to achieve. ഇതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 2 പുരോഗതി കൈവരിക്കുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മാറിവരുന്ന ഒരു സീറ്റും ഉറപ്പാക്കണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും കരീബിയൻ രാജ്യങ്ങൾക്കും സ്ഥിരം അംഗത്വം ഉറപ്പാക്കണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. Reforming the UN Security Council to better represent the developing world and, more broadly, the world as it is today. The United States believes that this should include 2 permanent seats for Africa, 1 rotating seat for small island developing states, permanent representation for Latin America and the Caribbean. 1945 UN രൂപീകരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല, മാറ്റങ്ങൾ അനിവാര്യമെന്നും ആന്റണി ബ്ലിങ്കൻ UN ഫ്യൂച്ചർ സമിറ്റിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Never want that the entire Congress government should be toppled. We do not have any of such intention. Let them choose their own leader and let any person from the Congress person can become the chief minister. We don't have any problem. They are saying that we are trying to destabilize the government. No, we are not going to intervene that. We are not going to touch that. We are not interested to do that. What they tell is last time आपको क्या हुआ था? Your number was 68, and then also you formed the government with the JDS, and your own MLA, they were not happy with the having joined with the JDS. Actually mandate was given to us, we were 104, just less than by 8 MLAs. At that time we had a moral authority to form the government. We formed, and this time people have given them in 23 clear mandate to the Congress party, and let Congress continue. But Siddaramaiah cannot continue. So considering your demand, but it is also Congress hasn't come clean on whether Siddaramaiah will step down or not. It is assumed that Siddaramaiah is not going to step down. What is your plan B? How will you generate pressure on CM? No, one is question of morality. Congress High Command, which speaks of so much of morality, though they are never moral, they have never shown any moral commitment to the country. But nowadays, Mr. Rahul Gandhi and many others, they are speaking on the moral grounds. What do they want to say? When Ramakrishna Hegde was there, just on allegation he resigned. Mr. Yediyurappa, when sanction was given, he resigned.
And then legal luminary, the so-called legal luminary, Hamsaraj Bharadwaj was the governor. Then Yediyurappa ji resigned. And if the Congress doesn't want to resign, then there will be, of course, as a political party, we will agitate. That is a different issue. But at the same time, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പീഡനക്കേസിൽ മുകേഷ് MLA അറസ്റ്റിൽ. SIT ആണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. MLA കൂടിയായിട്ടുള്ള നടൻ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷം രാവിലെ 10 മണിയോടെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ തുടർ നടപടികൾ, അതായത് നേരത്തെ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മുകേഷിന്. മുകേഷിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി എന്നത് മാത്രമാണ്. ജാമ്യം നൽകി വിടുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന അതേ ഘട്ടത്തിൽ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യം തേടിയിരുന്നു. പ്രധാനമായും വിവിധ സ്ഥലങ്ങളിൽ മരടിലെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുകേഷിനെതിരെ കേസെടുത്തത്. മാത്രമല്ല, കാറിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്ന കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് MLA മുകേഷിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യാൻ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടന്നിരിക്കുകയാണ്. എന്നാൽ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണ സംഘം കടക്കുക. തീർച്ചയായും മുകേഷിനെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുതൽ ചോദ്യം ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതകളില്ല. അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥകളോടെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമം മാത്രം പൂർത്തിയാക്കി അദ്ദേഹത്തിന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണോ ജിജീഷ് കരുണാകരൻ? തീർച്ചയായും പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുകേഷിന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം കോടതി റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകിയതിനു ശേഷം പുറത്തിറക്കാൻ, അല്ലെങ്കിൽ ജാമ്യം നേടിയതിനു ശേഷം മുകേഷിന് പുറത്തിറങ്ങാൻ കഴിയും. ഏതാണ്ട് 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു AIG G പൂങ്കഴിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന വനിതാ ഉദ്യോഗസ്ഥയായ പൂങ്കഴി നേരിട്ടാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. നേരത്തെ പരാതിക്കാരിയായ യുവതി നൽകിയ വിവരങ്ങൾ, തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടുകൂടി തന്നെ ജാമ്യത്തിൽ വിട്ടയക്കാൻ, മുൻകൂർ ജാമ്യമുള്ളതിനാൽ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള ഒരു നടപടി തന്നെയാണ് ഇനി നടക്കാനുള്ളത്. ഈ കേസിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുകേഷ് എന്ന് പറയുന്ന ആൾ ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാജിക്കായുള്ള ആവശ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നതാണ്. അപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മുകേഷിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെടാനും സാധ്യത കൂടുകയല്ലേ ജിജീഷ് കരുണാകരൻ? തീർച്ചയായും വിവിധ യുവജന സംഘടനകൾ ഇക്കാര്യത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ യുവതിയിൽ നിന്ന് ലൈംഗിക പീഡന പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ മുകേഷിനെതിരെ കർശന നടപടിയെടുക്കണം. മാത്രമല്ല, MLA സ്ഥാനത്ത് തുടരാൻ മുകേഷ് യോഗ്യനല്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിൽ തന്നെയായിരിക്കും ഇനിയും സംഘടനകൾ മുന്നോട്ട് പോവുക. അതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കാനുള്ള ഒരു കടുത്ത സമ്മർദ്ദം തന്നെയായിരിക്കും മുകേഷിന് മേൽ ഉണ്ടാവുക. എന്നാൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിരിക്കും CPM-ഉം ഒപ്പം തന്നെ മുകേഷ് MLA-യും നീക്കങ്ങൾ നടത്തുക എങ്കിൽ കൂടി ശക്തമായ ഒരു ആവശ്യം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഏറ്റവും
വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇത്തരത്തിൽ ഒരു MLA-ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ പീഡന പരാതി നൽകുന്നു, തെളിവുകൾ നൽകുന്നു, മൊഴികൾ നൽകുന്നു, പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നു. ഈ പ്രധാനപ്പെട്ട പ്രാഥമികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമായ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം ശക്തമാകാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. നിലവിൽ മുകേഷ് ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശമുണ്ട് എന്നതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടി പുറത്തിറങ്ങാൻ കഴിയും. എന്നാൽ അറസ്റ്റ് എന്ന ഒരു ഔദ്യോഗിക നടപടികൾ അല്ലെങ്കിൽ പോലീസ് നടപടികളുടെ ഭാഗമായ അറസ്റ്റ് രേഖപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായത്, എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മുകേഷ് നടത്തിയ പരാമർശങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിശദമായ അന്വേഷണ സംഘം ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിനോദ്, ജിജീഷ്, അതേപോലെ തന്നെ CPM ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. വിവിധ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോഴും CPM-ന്റെ നേതൃയോഗം, സെക്രട്ടേറിയറ്റ് യോഗങ്ങളെല്ലാം കൂടി ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും നടപടി എടുക്കാമെന്നാണ് അന്ന് പാർട്ടി പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണല്ലോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയിൽ നിന്നും ഇനിയും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെറിയ ഒരു നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ജിജീഷ്? വിനോദ്, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഇനിയും മുകേഷിനെ സംരക്ഷിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. കാരണം നേരത്തെ തുടക്കത്തിലെല്ലാം തന്നെ മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചിരുന്നത്. മുകേഷ് MLA രാജിവെപ്പിക്കാതെ അല്ലെങ്കിൽ മുകേഷിനെതിരായ ആരോപണങ്ങളായി മാത്രം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എങ്കിൽ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു MLA, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു MLA ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മുകേഷിനെ തള്ളിപ്പറയുക മാത്രമാണ് ഇനി ഏക പോംവഴി, പാർട്ടിക്ക് മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുക എന്ന ഒരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ രാജി എന്ന ഒരു അനിവാര്യമായ സാഹചര്യത്തിലേക്ക് മുകേഷ് MLA-യും നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന തീയതികളിലെ യുവതി നൽകിയിരിക്കുന്ന മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ പലതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറാൻ യുവതി തയ്യാറായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം അല്ലെങ്കിൽ മുകേഷിന്റെ മോശം പെരുമാറ്റം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കം യുവതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം എന്നതിനപ്പുറം അറസ്റ്റിലേക്ക് കടന്ന പ്രതിയെ സംരക്ഷിക്കുക എന്നത് വലിയ തോതിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് MLA-യുടെ രാജി ചോദിച്ചു വാങ്ങുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത്. തീർച്ചയായും ജിജീഷ്, മുകേഷിൻ്റെ രാജി ആവശ്യത്തിന് ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുൻകൂർ ജാമ്യം എടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അറസ്റ്റ് നടപടികളിൽ മാത്രം പങ്കെടുത്ത വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഇത് കൂടുതൽ സങ്കീർണത വരുത്തി വെക്കുന്നു. മുകേഷിനെതിരെ നടപടി എടുക്കാതെ തരമില്ല എന്നായി. പീഡനക്കേസിൽ മുകേഷ് MLA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലാണ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമായി മടങ്ങാൻ കഴിയും. പക്ഷേ കേസ് നിലനിൽക്കുന്നതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം
അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ജിജീഷ് കരുണാകരൻ തന്നെ ചേരുകയാണ്. ജിജീഷ്, സ്വാഭാവികമായി കൊച്ചിയിൽ തന്നെ മുകേഷിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകാനുള്ള സാഹചര്യമുണ്ടോ? അദ്ദേഹം എപ്പോഴാണ് മടങ്ങുക? പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും അടക്കമുള്ള കക്ഷികൾ ഇതിനു മുമ്പ് തന്നെ പ്രക്ഷോഭങ്ങൾ നടത്തിയതാണ് മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായി. കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്നും എപ്പോഴാണ് മുകേഷ് മടങ്ങുക? അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ജിജീഷ്? വിനോദ്, നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുകേഷിന് മടങ്ങാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷം മുകേഷിന് ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും നിലവിലെ വ്യവസ്ഥകളിൽ കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകി ലഭിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയാണ്. എന്നാൽ സംഘടനകളുടെ, വിവിധ സംഘടനകളുടെ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. കാരണം നേരത്തെ തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വീണ്ടും MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുകേഷ് ഈ ഒരു പശ്ചാത്തലത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് നടക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂർ, രാവിലെ 10 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിൽ എത്തിയത്. അങ്ങനെ 3 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധന ഇതെല്ലാം അറസ്റ്റ് നടപടികളുടെ ഭാഗമാണ്, ഈ നടപടിക്രമങ്ങളെല്ലാം എന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം മുകേഷിന് ജാമ്യം നൽകി വിട്ടയക്കുകയായിരിക്കും ചെയ്യുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ 3 മണിക്കൂറിലെ ചോദ്യം ചെയ്യലിൽ തന്നെ വിവരങ്ങൾ ലഭിച്ചു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിർണായകമായ വിവരങ്ങളും, യുവതി നൽകിയ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള പല വിവരങ്ങളും മുകേഷിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് എന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. പ്രധാനപ്പെട്ട തെളിവുകൾ പലതും ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഒരേ സമയം, അതായത് പല സ്ഥലങ്ങളിലായി വെച്ച് നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന്റെ വിവരങ്ങൾ തന്നെയായിരുന്നു യുവതി വെളിപ്പെടുത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾ നീണ്ട വിശദമായ മൊഴി യുവതിയിൽ നിന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുകേഷിൽ നിന്നുണ്ടായ പെരുമാറ്റത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തത്. മരട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട്, വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രക്ഷിച്ചത് 2 കേസുകളാണ് മുകേഷിന് എതിരെയുള്ളത്. ഈ കേസുകളിലായിരുന്നു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ലൈംഗിക പീഡന പരാതികളിൽ നേരത്തെ തന്നെ പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുകേഷിനെതിരെ മാത്രമല്ല മറ്റു താരങ്ങളായ മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെയും സമാനമായ പരാതികൾ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2009 സംഭവം. പിന്നീട് ഫോണിൽ വിളിച്ച് തന്നോട് മോശമായി സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും യുവതി ചൂണ്ടിക്കാണിച്ചിരുന്നു. തീർച്ചയായും നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുകേഷ് MLA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള സാഹചര്യമുണ്ട്. എന്നാലും മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ജിജീഷ, ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സജീവമാണ്. കാരണം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. ലുക്കൌട്ട് ഓർഡിനൻസ് പോലീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, ജയസൂര്യക്കെതിരെ പരാതി നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മുകേഷിൻ്റെ അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്നതല്ലേ ജിജീഷ്? വിനോദ്, ഇപ്പോൾ നിലവിൽ മുകേഷിന്റെ അറസ്റ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി മുകേഷിനെ വിട്ടയക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടുതൽ അറസ്റ്റുകൾ, അതായത് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മുകേഷുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ശക്തമാക്കുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മൊഴികൾ പരിശോധിച്ചുകൊണ്ട്
അറസ്റ്റ് അടക്കമുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. മുകേഷ്, അതെ, അങ്ങനെ തന്നെയാണ്. അന്വേഷണ സംഘം അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും സിദ്ദിഖിന്റെ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. കൊച്ചി കാക്കനാടുള്ള സിദ്ദിഖിന്റെ വസതിയുടെ മുന്നിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ മുരളി, ഇപ്പോൾ സിദ്ദിഖിന്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല. ലുക്കൌട്ട് ഓർഡിനൻസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പക്ഷേ അദ്ദേഹം എവിടെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് കാക്കനാട്ടെ മുകേഷിൻ്റെ വസതിയുടെ മുന്നിൽ നിന്നും നൽകാൻ കഴിയുന്നത്? മിഥുൻ മുരളി. വിനോദ്, ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും തെളിവുകൾ ശക്തമായതുമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായത് സിദ്ദിഖിനെതിരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്തായാലും എത്രയും വേഗം തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി അതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. സിദ്ദിഖിനെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും കൊച്ചി പോലീസിനും ഒപ്പമുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് കാക്കനാട് പടനിലത്തുള്ള കൊച്ചി നഗരത്തോട് ചേർന്നുള്ള സിദ്ദിഖിൻ്റെ വീടിന് മുൻപിലാണ്. ഇവിടെ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആരും തന്നെയില്ല. ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം വരെ സിദ്ദിഖ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പൊതുവേദിയിൽ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അന്നാണ് സിദ്ദിഖ് അവസാനമായി ഒരു പൊതുവേദിയിൽ കൊച്ചി കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പൊതുദർശന സമയത്ത് എത്തിയത്. അതിനു മുൻപ് ഷൂട്ടിംഗ് തിരക്കുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അധികം സജീവമല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് ഏത് മേഖലയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തത ഇല്ല. എന്തായാലും ഈ ഒരു മുൻകൂർ ജാമ്യം അപേക്ഷ നിലനിൽക്കുന്ന സമയത്ത് പോലീസ് എന്തായാലും സിദ്ദിഖിൻ്റെ ഒരു പരിധിയിൽ, അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു പ്രതി പട്ടികയിലുള്ള ആളെന്ന നിലയിൽ സിദ്ദിഖിൻ്റെ സഞ്ചാരപാത അല്ലെങ്കിൽ സിദ്ദിഖിനെ നിരീക്ഷിക്കേണ്ട ഒരു ചുമതല പോലീസിന് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. ആ അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള ഒരു രീതി പിന്തുടരുന്നതിൽ, സിദ്ദിഖിനെ നിരീക്ഷണത്തിൽ വയ്ക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇനി എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിൻ്റെ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പുറത്തുവിടാത്തതാണെങ്കിൽ അങ്ങനെയൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് അന്വേഷണ സംഘത്തിന് നേരെ, പോലീസിന് നേരെ ഉയർന്നു വരുന്ന ഒരു വിമർശനമായും ഉണ്ടാകും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം വരെയും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രതിപട്ടികയിൽ പ്രതി ചേർത്തിരിക്കുന്ന ഒരാൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു വിമർശനം ഇനി പോലീസിന് നേരെ, അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. ചില ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖ് എത്തപ്പെടാൻ സാധ്യതയുള്ള ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, അവരുടെ വീടുകൾ, ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ അന്വേഷണം വ്യാപകമായി പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി നഗരത്തോട് ചേർന്നുള്ള ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളും നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രബലമായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള, നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു പറ്റം മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ ഉൾപ്പെടെയുള്ള ചില നടന്മാർക്കെതിരെ ഉയർന്നു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നു വന്ന ആ ആരോപണങ്ങളിൽ, പരാതികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ, സാധൂകരിക്കപ്പെടുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് സിദ്ദിഖിൻ്റെ കേസിലാണ്. നേരത്തെ പരാതിക്കാരിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള നടി നൽകിയിരിക്കുന്ന പരാതിയിൽ അവർ നൽകിയിരിക്കുന്ന മൊഴി സാധൂകരിക്കുന്ന രീതിയിലുള്ള പല തെളിവുകളും സിദ്ദിഖിൻ്റെ കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പീഡനം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹോട്ടൽ, ആ ഹോട്ടലിൽ അവർ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ചില അടയാളങ്ങൾ, ആ ഹോട്ടലിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും അടയാളങ്ങളുമൊക്കെ പരാതിക്കാരി ഈ മൊഴിയായിട്ട് നൽകിയിരുന്നു. ഈ മൊഴികൾ സാധൂകരിക്കപ്പെടുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ, കാര്യങ്ങൾ, തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഈ പരാതിക്കാരി പോവുകയും അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകളടക്കം നൽകുവാനും കണ്ടെത്തുവാനും അന്വേഷണ സംഘത്തിന് സാധിച്ചു. അങ്ങനെ പ്രബലമായിട്ടുള്ള, സാധൂകരിക്കപ്പെടാൻ സാധ്യതയുള്ള, മൊഴികളുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ കേസിൽ ഏറെ നിർണായകമായി മാറുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പല ഹോട്ടലുകൾ, വീടുകൾ, സിദ്ദിഖ് എത്തിപ്പെടാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ, ബന്ധുമിത്രാദികളുടെ വീടുകളുമൊക്കെ
കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നു. ഇന്നലെ വൈകിട്ട് വരെ സിദ്ദിഖ് ഈ വീട്ടിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടനിലത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നു. സെക്യൂരിറ്റി ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഇല്ല. വീട് പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. ഗേറ്റ് ഉൾപ്പെടെ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. ഏത് ഭാഗത്തായിരിക്കും സിദ്ദിഖ് ഉണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിൻ്റെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അദ്ദേഹം എത്തിപ്പെടാൻ സാധ്യതയുള്ള മറ്റ് മേഖലകൾ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ സമീപിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നതിനുള്ള കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും സുപ്രീം കോടതി കേസ് പരിഗണിച്ച് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കുക. അപ്പോൾ അത്രയും സമയം മാറി നിൽക്കാനുള്ള ഒരു ശ്രമമാണോ സിദ്ദിഖ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിൻ്റെ, പോലീസിൻ്റെ ഒരു വീഴ്ചയായിട്ടും വിലയിരുത്തപ്പെടും. വിനോദ്. തീർച്ചയായും മിഥുൻ മുരളി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകേഷ് MLA അങ്ങനെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയതുകൊണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും അദ്ദേഹം ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമ പരിരക്ഷ നേടാനുള്ള ശ്രമം തന്നെയായിരിക്കുമല്ലോ സിദ്ദിഖും തുടരുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പരാതി വ്യാജമാണ്, തന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്ന തെറ്റായ കള്ളപ്രചാരണങ്ങളാണ്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉയർന്ന നീതിന്യായ പീഠത്തെ, നേരത്തെ മിഥുൻ മുരളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഒരു മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായും സിദ്ദിഖ് നടത്തുക. മിഥുൻ മുരളി. തീർച്ചയായും വിനോദ്, അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതിയെ സിദ്ദിഖ് ഇതിനോടകം തന്നെ സമീപിച്ചിട്ടുണ്ട്. ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് പിന്നീടാകും. പക്ഷേ ഈ ഒരു കാലയളവിൽ സുപ്രീം കോടതിയിൽ പോയി ഇത്തരത്തിലുള്ള ഒരു ഹർജി നൽകി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സിദ്ദിഖ് മുന്നോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ ഒരു കാലയളവ് കുറയ്ക്കുക, ആ സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ആദ്യം മുന്നോട്ട് വന്ന സമയത്ത് 2016 മുതലുള്ള കാലഘട്ടത്തിൽ സിദ്ദിഖുമായി പരിചയമുണ്ടായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തി സിദ്ദിഖ് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഈ പരാതിക്കാരിയായ നടിയുടെ പരാതി. ആ പരാതിയിൽ പറയുന്ന ആ കാലയളവ് വളരെ മുൻപുള്ള വർഷങ്ങളിലായതുകൊണ്ട് തന്നെ സാധൂകരിക്കപ്പെടാവുന്ന തെളിവുകളൊന്നും ഉണ്ടാവുകയില്ല. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വരുന്നത് അടക്കമുള്ള ചില വാദങ്ങളായിരുന്നു സിദ്ദിഖ് ആദ്യഘട്ടത്തിൽ ഉയർത്തിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതടക്കം തെളിവുകൾ ഒന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വാദത്തെ, പരാതിയെ സാധൂകരിക്കാനാണ് സിദ്ദിഖ് ശ്രമിച്ചത്. മറ്റ് നടന്മാർ ചെയ്യുന്നത് പോലെ തന്നെ അത്തരത്തിൽ തന്നെയായിരുന്നു സിദ്ദിഖിൻ്റെ നീക്കം. പക്ഷേ അതിനുശേഷം കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം ഈ നടി മുന്നോട്ട് വരുന്നു. തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സംബന്ധിച്ചിട്ടുള്ള അടയാളങ്ങൾ, ആ ദിവസം ധരിച്ചിരുന്ന ഡ്രസ്സ്, ആ ദിവസം എത്തിയത് സംബന്ധിച്ചിട്ടുള്ള സമയം, മറ്റ് വിവരങ്ങൾ, ആ ഒരു ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന്, മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഒരു സ്വിമ്മിംഗ് പൂൾ കാണാം എന്നതടക്കമുള്ള ചില കൃത്യമായ വിവരങ്ങൾ മൊഴികളായിട്ട് ഈ നടി അന്വേഷണ സംഘത്തിന് നൽകുന്നു. ഈ അന്വേഷണ സംഘം ഈ നടി നൽകിയിരിക്കുന്ന മൊഴികൾ പ്രകാരം അന്വേഷണം നടത്തുമ്പോൾ തെളിവുകൾ കൃത്യമായി തന്നെ ലഭിക്കുന്നു. ഈ ഒരു പീഡനം നടന്നതിന് ശേഷം നടി വൈദ്യസഹായം തേടിയതിൻ്റെ അടക്കമുള്ള തെളിവുകൾ മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കുന്നു. ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് കൃത്യമായി തന്നെ ഇങ്ങനെയൊരു കേസ് പ്രഥമ ദൃഷ്ട്യ സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു കേസാണെന്ന് ഹൈക്കോടതിക്ക് കണ്ടെത്താൻ സാധിക്കുന്നതും ആ തരത്തിൽ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിരിക്കുന്ന ഓഗസ്റ്റ് 28-ാം തീയതിയാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ്, പരാതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകുന്നത്. അതിനുശേഷമുള്ള ഏകദേശം ഒരു മാസക്കാലയളവിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം ഈ തെളിവുകൾ സാധൂകരിക്കപ്പെടുന്ന, തെളിവുകളുമായി കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന, തെളിവുകളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മൊഴികളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന തെളിവുകൾ ലഭിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന, ഒരുപറ്റം നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആ ലൈംഗിക അതിക്രമ കേസുകളിൽ സിദ്ദിഖിൻ്റെ കേസ് പ്രധാനപ്പെട്ട ഒരു കേസായിട്ട്, അല്ലെങ്കിൽ തെളിവുകൾ കൃത്യമായി ലഭിച്ചിരിക്കുന്ന ഒരു കേസായിട്ട് മാറുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സിദ്ദിഖിനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷേ കൊച്ചിയിൽ എവിടെയെങ്കിലും സിദ്ദിഖ് ഉണ്ടാകാം
എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദിഖ് എത്തപ്പെടാൻ സാധ്യതയുള്ള ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ചില ഹോട്ടലുകളിൽ ഇദ്ദേഹമുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട്. അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന അത്രയും സമയം തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണം പോലീസിന് നടത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചില്ല എന്നത് അന്വേഷണ സംഘത്തിന് മേൽ വരുന്ന ഒരു പ്രധാന വിമർശനമായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കാണ്, അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എത്തി ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടികളിലേക്ക് സിദ്ദിഖ് കടക്കും മുൻപ് തന്നെ ആ കാലയളവ് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേസിൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കാര്യം നടക്കുന്നു ഒരു വശത്ത്, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദ്. തീർച്ചയായും മിഥുൻ മുരളി, സിദ്ദിഖിൻ്റെ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് സിദ്ദിഖിൻ്റെ ഫോൺ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല, അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നു. ലുക്കൗട്ട് ഓർഡിനൻസ് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹം വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാണ് അന്വേഷണ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിദ്ദിഖിനെ കൃത്യമായി ഇത്രയും അറിയപ്പെടുന്ന ഒരു നടൻ കേരളത്തിൽ ഉണ്ട്, ഇന്നലെയും പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയല്ലേ അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സമീപനം? മിഥുൻ മുരളി. തീർച്ചയായും വിനോദ്, നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന്, ഈ അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. കൊച്ചിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. ഇന്നലെ വൈകിട്ട് വരെ ഈ വീട്ടിൽ പടനിലത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2 വീടുകളാണ് കൊച്ചിയിൽ സിദ്ദിഖിനുള്ളത്. ആലുവയിലെ കുടുംബ വീടും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടനിലത്തെ ഈ വീടും. ഈ വീട്ടിലായിരുന്നു സിദ്ദിഖ് ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. കളമശ്ശേരി ടൗൺ ഹാളിൽ കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവസാനമായി അദ്ദേഹം ഒരു പൊതുവേദിയിൽ എത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, കൊച്ചിയിലുള്ള ഏതെങ്കിലും കുടുംബ വീട്, സുഹൃത്തുക്കളുടെ വീട്, മറ്റ് ബന്ധുമിത്രാദികളുടെ വീടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അഭിഭാഷകനെ കാണാനുള്ള ഒരു സാധ്യത, ഒരു ഹോട്ടലിൽ അദ്ദേഹം തങ്ങുന്നു എന്നുള്ള അഭ്യൂഹം ഉണ്ടാകുന്നു. അപ്പോൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. ഇനി അങ്ങനെയല്ല, അന്വേഷണ സംഘവും കാടടച്ച് സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ വിമർശനമായിട്ട് ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ നിരീക്ഷണത്തിൽ ഉണ്ടാകേണ്ട ആളാണ്, പ്രതി ചേർക്കപ്പെട്ട ആളാണ്, ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഒരു പരിധിയിൽ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ അത് ഉണ്ടായില്ല. അങ്ങനെ ഒരു വിമർശനം ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 2 വീടുകളിലും സിദ്ദിഖില്ല. ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിവരമുണ്ട്, പക്ഷേ ഇവിടെയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്ങോട്ടാണ് മാറിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് സിദ്ദിഖ് നിലവിൽ കാക്കനാട്ടെ വസതിയിലില്ല, അദ്ദേഹം ഒളിവിലാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. മിഥുൻ, ഇവിടെ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ സ്ത്രീപീഡന കേസാകുമ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ മുകേഷ്, സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അറസ്റ്റിലായ മുകേഷിന് ചില ഇളവുകൾ ലഭിക്കുന്നു. ആ ഇളവുകൾ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ്. പക്ഷേ സിദ്ദിഖിന് അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുന്നുമില്ല. സ്വാഭാവികമായും സിദ്ദിഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ മിഥുൻ മുരളി?
വിനോദ്, അതുതന്നെയാണ് ദിലീപിൻ്റെ കേസിന് ശേഷം കോടതി പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു കേസായിട്ട് ഇത് മാറും. സിദ്ദിഖിൻ്റെ കേസ് റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ജയിലിൽ പോകുന്ന മറ്റൊരു പ്രധാന നടനായിട്ട് സിദ്ദിഖ് മാറുകയും ചെയ്യും. അതുതന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്ത് പറയുവാൻ സാധിക്കുന്ന വിഷയവും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, പലതവണ പറഞ്ഞതുപോലെ തന്നെ, സിദ്ദിഖിൻ്റെ കേസിൽ ഒരുപറ്റം നടന്മാർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അടങ്ങുന്ന കാര്യങ്ങൾ, പ്രബലമായ തെളിവുകൾ അടങ്ങുന്ന കാര്യങ്ങൾ സിദ്ദിഖിനെതിരെയുള്ള കേസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതിക്കാരിയായ തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയിരിക്കുന്ന മൊഴികൾ, ആ മൊഴികൾക്ക് കൃത്യമായി തന്നെ തെളിവുകളും കണ്ടെത്താൻ സാധിച്ചു. ആ പീഡനം നടന്ന ദിവസവും, ആ ദിവസം അവർ ധരിച്ച വസ്ത്രം, ആ പീഡനം നടന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക്, ആ മുറി പീഡനം നടന്നു എന്ന് പറയുന്ന ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളടക്കമുള്ള വിശദാംശങ്ങളാണ് ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഹോട്ടലിലെത്തി, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയപ്പോൾ കൃത്യമായി തന്നെ മൊഴിയുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളും പോലീസിന് ലഭിച്ചു. അവർ പറഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം, അവർ എത്തിയിരിക്കുന്ന ദിവസം, തീയതി, ആ ഹോട്ടൽ രജിസ്റ്ററിൽ ഇരുവരും ആ ദിവസം ഉണ്ടായിരുന്നു എന്ന് വെളിവാക്കുന്ന കാര്യങ്ങൾ ഹോട്ടൽ രജിസ്റ്ററിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു. ഇവർ മൊഴിയിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ പീഡനം നടന്ന മുറി, ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിക്കുന്നു. ഈ പീഡനത്തിന് ശേഷം പരാതിക്കാരി വൈദ്യസഹായം തേടിയതായി പോലീസിന് മൊഴി നൽകിയിരുന്നു, അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ദിവസം ഈ വൈദ്യസഹായം നേടിയതിൻ്റെ തെളിവുകൾ, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ് മറ്റ് നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട്, പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട്, പരാതിയായിട്ട് മാറുന്നത്. മറ്റ് നടന്മാർക്കെതിരെ, മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ ഇത്രയും ശക്തമായിട്ടുള്ള, ഇത്രയും ആധികാരികം അല്ലെങ്കിൽ ഈ മൊഴികളുമായി രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ, പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള തെളിവുകൾ, മൊഴികൾ എല്ലാം ലഭിച്ചിരിക്കുന്നു. ഈ 1 മാസ കാലയളവുകൊണ്ട് ഓഗസ്റ്റ് 28-നാണ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ 1 മാസം കൊണ്ടുള്ള സമയത്ത് കൃത്യമായി തന്നെ തെളിവുകളും മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെളിവുകൾ കൃത്യമായി തന്നെ കണ്ടെത്തി. ആ കണ്ടെത്തിയ തെളിവുകൾ ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രതി ചേർക്കപ്പെടുന്നതിന്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിന് കൃത്യമായി തന്നെ അനുമാനിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. അതാണ് സിദ്ദിഖിൻ്റെ കേസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാക്കി മാറ്റുന്നത്. ദിലീപ് കേസിന് ശേഷം 2017 ദിലീപ് ജയിലിൽ പോകുന്ന ആ കേസിന് ശേഷം ഇനി ഒരുപക്ഷെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു നടനായിട്ട് സിദ്ദിഖ് മാറിയേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമയും കേരളവും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുക, അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുക, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു നീക്കം തന്നെയാണ്. സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം പോയി ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടത് അന്വേഷണ സംഘത്തെ, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ കാലയളവ് തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ 2 അനുമാനങ്ങളിൽ എത്തിയിരുന്നു. ഒന്നെങ്കിൽ അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ സിദ്ദിഖ് ഉണ്ടാകാം എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ അത് പുറത്ത് വിടാതിരിക്കുന്നതാകാം, അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാകാം അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ അനുമാനപ്രകാരം ഇത് അദ്ദേഹം ഒളിവിലായിരിക്കാം, എവിടെയാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് പോലും ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ രണ്ടാമത്തെ അനുമാനപ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് കേരള പോലീസിന് നേരിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർന്നു വരുന്ന ഘട്ടത്തിലേക്ക് പോകും. നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ അത് ഒരു പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രധാനമായും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി നിരീക്ഷണത്തിൽ ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് വെക്കാൻ കേരള പോലീസിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 2 വീടുകളിലുമില്ല. വടനിലത്തെ വീട് പൂർണ്ണമായും അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു, ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിയിട്ടിരിക്കുന്നു. സെക്യൂരിറ്റിക്ക് ഇരിക്കുന്നതിനുള്ള ക്യാമ്പിൻ ഉൾപ്പെടെ ഈ വീടിൻ്റെ മുൻഭാഗത്തുണ്ട്. പക്ഷേ അവിടെ സെക്യൂരിറ്റി ഉൾപ്പെടെ ആരുമില്ല. ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ അദ്ദേഹം വരികയും ചെയ്തതാണ്. പ്രത്യേകിച്ചും കാക്കനാട്ടെ വസതിയിൽ സിദ്ദിഖ് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ആ വീടിൻ്റെ മുമ്പിൽ നിന്നും മിഥുൻ മുരളി പങ്കുവെക്കുന്നത്. സിദ്ദിഖിനായിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമാക്കി പോലീസ് മുന്നോട്ട് പോകുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്തേ.